ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കുറേ നാളായി ഒരു വ്ളോഗായിട്ട് വന്നിട്ട്, കുറേ നാളായല്ലേ. കാരണം നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ബിസി ആയിപ്പോയി. ഹരിയുണ്ട് എൻ്റെ കൂടെ. അതെ, ഒത്തിരി നാളായി. എന്താണ് വ്ളോഗ് എടുക്കാൻ ഇത്ര വൈകിയത്? സബ്സ്ക്രൈബേഴ്സിന് ഇപ്പൊ തന്നെ നമ്മളിൽ ചേഞ്ച് കണ്ടോ എന്നറിയില്ല. ഞങ്ങൾ കുറച്ച് ഡയറ്റും എന്താ പറയാ ജിമ്മും ഒക്കെ ആയിട്ട് കുറച്ചൊന്ന് ബിസി ആയി പോയി. ജിമ്മ് കഴിഞ്ഞ് പിന്നെ ഫുഡ് ഉണ്ടാക്കല്, ഡയറ്റ്, അങ്ങനെ കുറച്ച് ബിസി ആയി പോയി. അപ്പൊ പിന്നെ ഇതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, ഏതെങ്കിലും അതായത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ടിട്ട് ആണ് ഇത്രയും ദിവസം ഒരു വ്ളോഗും ഇല്ലാണ്ടിരുന്നത്. എൻ്റെ കൈ വേദന എടുക്കണം. അപ്പോൾ നമ്മളിന്ന് എവിടെ പോവാന്നറിയോ ഗൈസ്? നമ്മളിന്ന് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ഇറച്ചി പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന പോഡ്കാസ്റ്റുകാരുടെ അവരുടെ പോഡ്കാസ്റ്റ്. അപ്പോൾ നമ്മളിന്ന് ശരിക്കും അവർ നമ്മുടെ ഫ്രണ്ട്സാണ് കേട്ടോ. അതായത് അതിൽ നിന്ന് പറയുന്ന നിഷിന, ഫാരിസ്, തക്കു, പിന്നെ ആരാണ് ഫെയ്സൽ അല്ലേ? ഫെയ്സൽ. എല്ലാവരും ഫെയ്സലിൽ നമ്മൾ ഈ റീസെൻ്റ്ലി പരിചയപ്പെട്ടു. ബാക്കി എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സാണ്. അപ്പോൾ അവന്മാർ ഇടയ്ക്ക് എന്നെ കാണുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങളൊരു ദിവസം വാ, നമുക്കൊരു സെഷൻ ഒരുമിച്ച് ചെയ്യാമെന്നൊക്കെ. അപ്പോൾ എനിക്കിങ്ങനെ നമ്മളിങ്ങനെ നാണൊക്കെ ആയത് കാരണം എന്താ പറയുക, അല്ലെങ്കിൽ മറന്നു പോവും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഞങ്ങളെല്ലാവരും ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യണേ. അപ്പോൾ ഓഫീസിലിരിക്കുമ്പോൾ ഇവനെ ഞാൻ കണ്ടില്ല ലഞ്ച് ടൈമിൽ. അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്താനം പറയുന്നതിന് ഇടയ്ക്ക് പറഞ്ഞു, എന്നാൽ വായോ നമുക്ക് സെറ്റാക്കിയാലാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെന്താ സെറ്റാക്കാം എന്ന്. അപ്പോൾ ഇന്ന് അങ്ങനെ ആ പോഡ്കാസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇന്നൊരു എപ്പിസോഡ് അവരെടുക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടി പോവാണ് നമ്മൾ. ഷൂട്ടിങ്ങിന് പോവാണ്. അതെ. അപ്പം കാര്യം ചാടിക്കേറി വരാന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ എനിക്കിപ്പോൾ ഇന്ന് ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ എന്ത് പറയും, ഇനി എനിക്കൊന്നും വായിലൊന്നും ഇല്ലെങ്കിലും ഞാൻ ആ പോഡ്കാസ്റ്റിൽ മൊത്തം വെറുതെ ഇരിക്കണ്ടേ, അങ്ങനെയൊക്കെ ഒരിത്. പിന്നെ ഇവർ പറയണതൊക്കെ എനിക്ക് അതിലെന്തെങ്കിലുമൊക്കെ എനിക്ക് പറയാൻ പറ്റുമോ, എനിക്കറിയാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ എന്ത് പറയും, അല്ലെങ്കിൽ ഇനി എൻ്റെ മൈൻഡിലുള്ള കാര്യങ്ങൾ എൻ്റെ വായിലോട്ട് ഇനി വന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അങ്ങനത്തെ കുറേ ഡൗട്ട്സ്, കുറേ ടെൻഷൻ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് വ്ളോഗ് എടുക്കാം, ആ ടെൻഷന് നിങ്ങളെയും കൂടെ അറിയിക്കാം. ഇനി നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഷൂട്ട് ആയത് കാരണം ഞാൻ കാര്യമായിട്ട് കണ്ണൊക്കെ എഴുതി, കമ്മലൊക്കെ ഇട്ടു, അങ്ങനെ കുറച്ചൊന്ന് സുന്ദരിയാവാൻ നോക്കി. നിങ്ങൾ പറയുക ഗൈസ്, ഞാൻ സുന്ദരിയായെന്ന്. അങ്ങനെ നമ്മളിപ്പോൾ നടന്ന് ബസ് സ്റ്റോപ്പിലോട്ട് പോവുകയാണ്. നമുക്ക് ബസ്സിൽ കയറിയിട്ട് കാണാം. ഹേയ് ഹാരി, എക്സൈറ്റഡ് ആണോ? യെസ്, എക്സൈറ്റഡ് ആണ്. അവിടെ പോയി എന്ത് പറയാനാന്ന് ഒരു പിടുത്തമില്ല, പോവന്നെ വെറുതെ. ഹരിയുടെ കോസ്റ്റ്യൂം ഞാൻ കാണിക്കട്ടെ. ഫ്രണ്ടിലോട്ട് ഇടുന്നേ, തിരിയണോ? ഓ മൈ ഗോഡ്, ഷൂസ് നോക്കൂ ഗൈസ്. ഞാനൊരു ഷൂസ് എടുത്തു, കോൺവേഴ്സ്. ഇതെന്ത് ഷൂസാന്നാ പറഞ്ഞ സുട്ടു? ഇത് നൈക്കി എയർ മാക്സ്. യെസ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? അങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ഇട്ട് നടക്കുക, അത് തന്നെ. സ്നീക്കർ ഹെഡ്സ് ആരെങ്കിലും നമ്മളുടെ ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊരു പ്രചോദനമാവും. അടിപൊളി ഷൂസാണോ? കംഫർട്ടബിൾ ആണ്. ആണല്ലേ ഗൈസ്. ഞാൻ റീസെൻ്റ്ലി നമ്മൾ ഫ്രഞ്ച് മാനിക്യൂർ ചെയ്തു, കണ്ടു. ഇഷ്ടമെങ്കിൽ പറയണേ. കഴിഞ്ഞ ആഴ്ച ചെയ്താണേ. ഇതാണ് വെരി നാച്ചുറൽ നിഷിനർച്ചി. നമ്മുടെ ഇന്നത്തെ പോഡ്കാസ്റ്റ് കഴിഞ്ഞില്ലേ? അമ്രു പറഞ്ഞേ, ഞാൻ മറന്നു. അതെ, സസ്പെൻസ് ആണ്. ഹായ് ഗൈസ്, ഞാൻ സത്യം പറഞ്ഞാൽ ഇത് വേറൊരു ദിവസം കേട്ടോ. ഇത്
ഞാൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോസ് ഷോർട്സ് എടുത്തതിൻ്റെ പിറ്റേ ദിവസമാണ്. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഗൈസ്. ക്ഷമിക്കണം എന്നോട്. കാരണം അന്ന് നമ്മൾ എർച്ചി പോഡ്കാസ്റ്റ് ആർട്ടൊപ്പം വീഡിയോ എടുക്കാൻ പോയിട്ട് എന്താ പറയുക, അവിടെ ചെന്നു പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ ഇരുത്തി പോഡ്കാസ്റ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ചെന്നിട്ട് എനിക്ക് മുടിയൊക്കെ ചെയ്യുവാനെങ്കിലും സമയം കിട്ടുന്നു. പക്ഷെ ഒന്നിനും ടൈം കിട്ടിയില്ല. നമ്മൾ ചെന്നു ഡയറക്റ്റ് കയറി ഇരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ വ്ളോഗൊക്കെ കട്ടായി പോയി. പിന്നെ അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ കുറച്ച് വ്ളോഗ് എടുത്തു. അതാണ് ഇതിന് മുന്നേ കണ്ട ഭാഗം. അത് കഴിഞ്ഞിട്ടാണെങ്കിലും പിന്നെ വീട്ടിൽ പോയപ്പോൾ ടയേർഡായി. അപ്പോൾ രാത്രി റൂമിലൊക്കെ എത്തിയപ്പോഴത്തേക്കും നല്ല ടയേർഡായി, പിന്നെ ഉറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു പിറ്റേ ദിവസം എടുക്കാമെന്ന്. പക്ഷേ പിറ്റേ ദിവസവും വർക്ക് കാരണം ഞാൻ വീണ്ടും അത് ഡിലേ ആക്കി. പക്ഷേ ഇന്ന് എനിക്ക് തോന്നി ഇപ്പോഴെങ്കിലും, അതായത് ഞാനിപ്പോൾ ചുമ്മാ കുളിച്ചിട്ടൊക്കെ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴെങ്കിലും ഈ വീഡിയോ ഫിനിഷ് ചെയ്യണമെന്ന്. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ എടുക്കാമെന്ന്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇറച്ചി പോഡ്കാസ്റ്റിൽ പോയി വീഡിയോ കഴിഞ്ഞു. അവർ പബ്ലിഷ് ചെയ്യും, അവർ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും, പിന്നെ ഷോർട്സൊക്കെ ആയിട്ട് ഇറക്കുമല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ ലിങ്ക് ഇറച്ചി പോഡ്കാസ്റ്റുകാർ ഇടുമ്പോൾ, അവർ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ എല്ലാവരും പോയി കണ്ടാൽ മതി. പിന്നെ സംഭവം അടിപൊളിയായിരുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടൊരു പോഡ്കാസ്റ്റിൽ പോയതാണ്. സംഭവം കിടിലമായിരുന്നു എന്തായാലും. പിന്നെ പോഡ്കാസ്റ്റ് കഴിയാറായപ്പോഴത്തേക്കാണെങ്കിലും ഞങ്ങൾ ചുമ്മാ ഇരുന്ന് സംസാരിച്ചപ്പോഴാണെങ്കിലും എനിക്ക് കുറേ മോട്ടിവേഷനൊക്കെ കിട്ടി തിരിച്ച്. അതായത് ഇപ്പോൾ വ്ളോഗിങ് കുറേ ദിവസത്തേക്ക് ഉണ്ടായിരുന്നില്ലല്ലോ, ഇങ്ങനെ വർക്കൊക്കെ ആയിട്ട് ബിസി ആയത് കാരണം വ്ളോഗ് ചെയ്യാൻ പറ്റണ്ടായില്ല. പിന്നെ റീസെൻ്റായിട്ട് ജിമ്മിലൊക്കെ പോകാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റണ്ടായില്ല. എല്ലാം ഇങ്ങനെ വർക്ക് കഴിഞ്ഞ് വരുന്നു, അപ്പം തന്നെ ജിമ്മിൽ പോകുന്നു, പിന്നെ വരുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, ഇത് തന്നെ. പക്ഷേ നമ്മുടെ പാഷനെ ഫോളോ ചെയ്യണമല്ലോ. അപ്പോൾ ആ ഒരു മോട്ടിവേഷൻ കിട്ടി. അതായത് നമ്മൾ വീഡിയോസൊക്കെ നല്ലതാണെന്ന് ഫൈസൽ നിഷിനൊക്കെ പറഞ്ഞ്, അപ്പോൾ ഇനി എടുക്ക്, ഇങ്ങനെ വർക്ക് ഇതൊക്കെ ഇട്ട് ജിമ്മൊക്കെ ഇട്ട് നടന്നാൽ മതിയോ, അപ്പോൾ അതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് മോട്ടിവേഷനൊക്കെ കിട്ടി. അങ്ങനെ ഞാൻ ഈ വ്ളോഗെങ്കിലും എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള മോട്ടിവേഷൻ കിട്ടിയത് കാരണം നമ്മൾ ഇതിൻ്റെ വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ആ ഒരു ബിറ്റും കൂടെ ഞാൻ എടുത്തു ഗൈസ്. അപ്പോൾ നമ്മളിനി അടുത്ത ഒരു വ്ളോഗായിട്ട് വരും. പിന്നെ ഇറച്ചി പോഡ്കാസ്റ്റിൽ നമ്മുടെ വീഡിയോ ഇടും, പോഡ്കാസ്റ്റ് ഇടും. അപ്പോൾ എല്ലാവരും പോയി കാണണം, അവിടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. അങ്ങനെ അവിടെ നമ്മുടെ ചാനലിലും എല്ലാവരും അഭിപ്രായം പറയാം. പിന്നെ ഈ വ്ളോഗ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അത് നമുക്ക് വലിയൊരു സപ്പോർട്ടും കൂടെ ആയിരിക്കും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്, ഞാൻ പുതിയൊരു വ്ളോഗായിട്ട് വന്നവരെ ബൈ, ഗുഡ് നൈറ്റ്.